ഫൈനലി ഇതാണ് ഡയറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുന്നിലത്തെ ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജനറലി എല്ലാവരും ഫോളോ ചെയ്യുന്ന പോലെ നമ്മൾ മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിച്ച് ഒരു സർപ്ലസ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ലീൻ ബൾക്കിങ്ങിനാണെങ്കിൽ മെയിൻ്റനൻസ് കാലറി എന്നൊരു കുറച്ച് കാലറി കൂട്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റും ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു മാക്രോ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു, നല്ല രീതിയിൽ എനിക്ക് സൈസും കയറുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി കാർബ് കഴിക്കണമായിരുന്നു. പറയുകയാണെങ്കിൽ ഒരു 500-600 ഗ്രാം അത്രയും കാർബോഹൈഡ്രേറ്റ് കഴിക്കണമായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഇടയ്ക്ക് എനിക്കൊരു മൈനർ ആസ്മ പോലെ വന്നായിരുന്നു. അങ്ങനെ ഇതിപ്പോഴും മേജറായിട്ടില്ല, പക്ഷേ എനിക്കിങ്ങനെ റിസർച്ച് പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫിറ്റ്നസിൻ്റെ കേസാണെങ്കിൽ പോലും ഡയറ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വർക്കൗട്ട് ഇതെല്ലാം ഞാൻ കൂടുതലും ഓൾഡ് സ്കൂൾ ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് പ്രോ ആയിട്ട് ചെയ്തിട്ടുള്ള നാച്ചുറൽ ലിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതുവരെയുള്ള സയൻറ്റിഫിക് എവിഡൻസുകൾ ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഞാനെപ്പോഴും പേഴ്സണലി എന്നെ തന്നെ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യും. അവർ ചെയ്തത് ഇത് എനിക്ക് വർക്കാവുമോ, ട്രൈ ചെയ്ത് നോക്കി, ഇല്ല ചിലപ്പോൾ എനിക്ക് റിക്കവറി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ കഴിച്ചത് ചില ഫുഡ് ഞാൻ കഴിക്കാൻ നോക്കിയപ്പം ഡൈജഷൻ ഇഷ്യൂ, അങ്ങനെ ഓരോന്നും ഞാൻ എന്നെ തന്നെ മോണിറ്റർ ചെയ്തു, അസസ് ചെയ്തു. അപ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ 1-2 ഡയറി ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ എപ്പോഴും എൻ്റെ ഡയറ്റായിരിക്കും ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് കഴിച്ചു, ഇന്ന് ഇതാണ് ഞാൻ കഴിച്ചത്. പക്ഷേ ഇന്നൊരു ദിവസം ഫൈനലി വരുമ്പോഴത്തേക്കും ചിലപ്പം വയറിനൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കഴിച്ച ഏതെങ്കിലും ഒരു ഫുഡായിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നി ചിലപ്പോൾ പാലായിരിക്കും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പാലാ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ പാലെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മളെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വർക്കൗട്ടിനും ഇതിനും ഡയറി എഴുതി വെച്ചേക്കുന്നത്. യൂസ്ഫുള്ളാണ്, പിന്നീട് അത് യൂസ്ഫുള്ളാണ്. നമ്മളെ തന്നെ നമുക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബെസ്റ്റ് ഒരു ഡയറ്റ് ഇടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് പുതിയ ഡയറ്റ് ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു, ഇപ്പോഴും മൈനറാണ്. അതായത് ഞാനിപ്പം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വീസിങ് പോലെ ഉണ്ട് ചെസ്റ്റിനകത്തൂടെ. അല്ലാത്തപ്പം വലിയ കാര്യമായിട്ടൊന്നുമില്ല. തുടങ്ങിയ സമയത്ത് 2 പ്രാവശ്യം മറ്റേ പ്രോപ്പറായിട്ട് വലിയ പോലെ തന്നെ, അതായത് ശ്വാസം കിട്ടാത്ത രീതി വന്നായിരുന്നു. അപ്പോൾ ഒരു ഇൻഹേലർ ഉണ്ടായിരുന്നു, അതും ഡോസ് കുറഞ്ഞ ഒരു സാധാ ഇൻഹേലർ. അപ്പം റിസർച്ചിൽ ഞാൻ വീണ്ടും ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ ശരിക്കും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുമ്പം ഒത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുറത്തോട്ട് തള്ളാൻ വേണ്ടിയും ഈ ലങ്സ് തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ ഓൾറെഡി മൈനർ ആസ്മ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലങ്സ് ചിലപ്പോൾ കപ്പാസിറ്റി ഇച്ചിരി ഇങ്ങനെ സ്ലോ ആയിരിക്കും. മൈനറാണത്, മേജർ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന എന്തൊക്കെയാണോ അതിനനുസരിച്ച് ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന രീതിയിലാണ് ഈ ഡയറ്റ് ഞാൻ സ്വിച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് കുറേ പേര് 70s കാലഘട്ടത്തിൽ ബോഡി ബിൽഡേഴ്സിന് നോക്കുകയാണെങ്കിൽ എല്ലാവരും എന്നല്ല, കുറച്ച് പേര് ഫാറ്റ്സ് ഹൈയും, അത് കീറ്റോ ആണെന്ന് വെച്ചാൽ കീറ്റോ ഡയറ്റ് അല്ല, ബട്ട് സ്റ്റിൽ കാർബ് ഉണ്ട് അതിൽ. എന്നാൽ കാർബ് ലിമിറ്റഡ് ആണ്, ഒരു 100-150 ഗ്രാം ആ റേഞ്ചിലേ ഉള്ളൂ. മാത്രമല്ല അന്നുള്ള ആരും ഇതുപോലെ തന്നെ ആപ്ലിക്കേഷനിലിട്ട് ട്രാക്ക് ചെയ്ത് അങ്ങനെയൊന്നുമില്ല, അവരെല്ലാം നോട്ട് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ നോട്ട് പോലും ചെയ്തില്ല, ജസ്റ്റ് മാക്സിമം കഴിക്കാൻ പറ്റുന്ന കഴിക്കുക, അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഫേവററ്റ് ഉള്ള 2 ലിഫ്റ്റേഴ്സ് ഉണ്ട്. അന്നത്തെ 70s ആ കാലഘട്ടമാണെങ്കിൽ ഫ്രാങ്ക് സൈൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ സ്റ്റഡീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ജേർണൽസ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, വീഡിയോസ് മിക്കതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പുള്ളിയുടെ ഡയറ്റിനെ പറ്റി ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. കാരണം അത്രയും വലിയൊരു ഫിസിക്ക് പുള്ളി കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ ആ കാലഘട്ടത്തിൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പം പുള്ളി ചെറുതാണ്. പക്ഷേ സിമെട്രിയും പ്രൊപ്പോർഷൻ്റെയും കാര്യത്തിൽ പുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. പുള്ളിയുടെ തിയറി എന്ന് പറയുന്നത് ഇതാണ്: പ്രോട്ടീൻ എന്ന് പറയുന്നത് 1 ഗ്രാം പെർ പൗണ്ട് ബോഡി വെയ്റ്റ്, കാർബ് എന്ന് പറയുന്നത് എത്രയാണോ പുള്ളിയുടെ പ്രോട്ടീൻ ഇൻടേക്ക് അതിൻ്റെ ഹാഫാണ് പുള്ളിയുടെ കാർബ് ഇൻടേക്ക്. പിന്നെ മിച്ചം വരുന്നതിൽ ഫാറ്റ്സ് എന്ന് പറയുന്നത് ഓവറോൾ കാലറീസിൻ്റെ 20-25% എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും ലിമിറ്റഡ് ആയിരുന്നു. അത്രയോ ആ ഒരു ഇതിൽ വെച്ചാണ് പുള്ളി ആ ഫിസിക്ക് ബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ പ്രസൻ്റ്ലി നാച്ചുറൽ അർണോൾഡ് എന്നറിയപ്പെടുന്ന ഓവർകെൽ എന്നാണ് ഇൻസ്റ്റഗ്രാമിലെ പേര്. പുള്ളിയുടെ ശരിക്കുള്ള പേര് ജോയൽ കെല്ലറ്റ് എന്നാണ്. പുള്ളി ഏറെക്കുറെ സെയിം തിയറിയാണ് ഫോളോ ചെയ്യുന്നത്. ഇവരെല്ലാവരും ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലോ കാർബ് ഡേയ്സ് ഇങ്ങനെ ഫോളോ ചെയ്യും, അതായത് ക്വാളിറ്റി ഫുഡുകൾ. പക്ഷേ ഫ്രാങ്ക്സൈൻ സപ്ലിമെൻറ്റ്സിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. സപ്ലിമെൻറ്റ്സ് മീൻസ് അമിനോ ആസിഡുകൾ, പ്രോട്ടീൻ പൗഡർ, അങ്ങനെ ഒത്തിരി അമിനോ ആസിഡ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇവരുടെ 2 പേരെയും സ്റ്റഡീസിനെ ബേസ് ചെയ്താണ് അവർ നല്ലൊരു ഫിസിക്കാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഫ്രാങ്ക്സൈൻ നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അറിയത്തില്ല, എന്നാണ് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോയൽ കെല്ലറ്റ് ടെസ്റ്റഡ് നാച്ചുറലാണ്.
അപ്പോൾ പുള്ളി ഉണ്ടാക്കിയ ഫിസിക്ക് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഐഡിയൽ ഫിസിക്ക് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഞാൻ നോക്കി കാണുന്നത്, അതായത് എനിക്ക് ഇങ്ങനെ ഒരു ഫിസിക്ക് വേണം എന്ന് നമുക്ക് ഇത് കാണുമല്ലോ, അങ്ങനെ ഇപ്പോൾ തോന്നുന്നു ജോയൽ കലൻ്റെ ഫിസിക്കാണ്. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്ത് ഇവരുടെ എല്ലാവരുടെയും ഡയറ്റിനെ ബേസ് ചെയ്ത്, അതായത് അവരെന്താണ് കഴിക്കുന്നത്, അവരുടെ ടൈമിങ്സ് ഒക്കെ എങ്ങനെയാണ്, അവർ എന്തിനാണ് അങ്ങനെ കഴിച്ചത്, അപ്പോൾ അങ്ങനെ ബേസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് കുറച്ച്, കാർബൺ ഡയോക്സൈഡ് പ്രൊഡക്ഷൻ കുറച്ച്. അപ്പോൾ എൻ്റെ എല്ലാ മീൽസും ചെറുതായിരിക്കും, പക്ഷേ കാലറി ഡെൻസ് ആയിരിക്കും, കാരണം ഫാറ്റ്സ് കൂടുതൽ കാണും. അതുപോലെ തന്നെ ഒത്തിരി പച്ചക്കറി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെയാണ് എനിക്ക് പച്ചക്കറി കുറവായിരുന്നു, പകരം ഞാൻ ഗ്രീൻസ് സപ്ലിമെൻറ്റ്സ് വല്ലപ്പോഴും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് മാക്സിമം ഹോൾ ഫുഡിൽ തന്നെ, എന്ന് വെച്ചാൽ സപ്ലിമെൻറ്റ്സ് വേണ്ട എന്നുള്ള രീതി തന്നെ. പക്ഷേ ഇതിൽ ഞാൻ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ മാത്രം എടുത്ത് ഇട്ടിട്ടുണ്ട്, കാരണം എനിക്ക് പ്രസൻ്റ്ലി ഞാൻ ഈ ആസ്മ ഉള്ളതുകൊണ്ട് മുട്ടയും പാലും കഴിക്കുന്ന സമയത്ത്, പാൽ ഓൾറെഡി എനിക്ക് പണ്ട് തൊട്ട് ഡൈജഷൻ ഇഷ്യൂ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ കുടിക്കുമായിരുന്നു, പക്ഷേ ഡൈജഷൻ ഇഷ്യൂ ഉണ്ട് എനിക്ക്. പിന്നെ മുട്ടയുടെ കേസിലാണെങ്കിൽ മുട്ട കഴിക്കുമ്പം ഇതുവരെ ഞാനത് കൺഫേം ചെയ്തിട്ടില്ല, പക്ഷേ മുട്ട കഴിക്കുമ്പോൾ എനിക്കത് കഫക്കെട്ട് കൂടുന്ന പോലെ വരുന്നുണ്ട്, ഭയങ്കരമായിട്ടും കഫം കയറി വരുന്നുണ്ട്. ചിലപ്പോൾ അത് എഗ്ഗിൻ്റെ അലർജി ആക്കാം, എഗ്ഗിൻ്റെ അലർജിയുടെ ഒരു സൈനാണത്. അപ്പോൾ എഗ്ഗിൻ്റെ അലർജി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ പ്ലേസിൽ ഞാൻ എഗ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരുന്നു. കാരണം ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒത്തിരി ഫുഡ് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ഞാൻ ഒരു സ്നാക്ക് പോലെ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് പോലെ. അപ്പോൾ ഇത് ഞാൻ മിക്കപ്പോഴും ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും മീൽ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ജോലിയുടെ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ സമയം കിട്ടുന്നതിൻ്റെ മാത്രമല്ല, അറിയാലോ ഒബിയസ്ലി ജോലിക്കിടയ്ക്ക് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതിൽ ഞാൻ 2 ഡേയ്സ് എടുത്തിട്ടുണ്ട്, ലോ കാർബ് ഡേയും ഹൈ കാർബ് ഡേയും. അതായത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമുക്ക് ബോഡിക്ക് വേണ്ട ഷുഗർ നമ്മൾ പറയും, എക്സ്ട്രാ നമ്മൾ വേറെ ഷുഗറൊന്നും കഴിക്കേണ്ട. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഓൾറെഡി നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, അതായത് ഫ്രൂട്ട് സോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ കാർബ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ ഷുഗറായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് എനർജി ആയിട്ട് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യുമ്പം അതിനനുസരിച്ച് ഇൻസുലിനും സ്പൈക്ക് ചെയ്യും. ഞാനിപ്പോഴും പറയുന്നു, കാർബോഹൈഡ്രേറ്റ് വെച്ച ഡയറ്റ് വർക്ക് ചെയ്യും, എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് മാറ്റുന്നത്. ഇൻസുലിൻ സ്പൈക്ക് ഫുള്ള് ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒത്തിരി കാർബ് കഴിക്കുമ്പോൾ. അപ്പോൾ അത് ഇപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല, മെഡിക്കലി എല്ലാം ഫിറ്റാണ്, ഓക്കെ ആണെന്നുള്ളവരാണെങ്കിൽ ഓക്കെ കണ്ടിന്യൂ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കിനി ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്, മാക്സിമം ഇതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ലോ കാർബ് ഡേ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് 3 ഡേയ്സ്. ഇപ്പോൾ ഇന്ന് നാളെ കഴിഞ്ഞ് ഈ 3 ദിവസം ലോ കാർബ് ഡേ ആയിരിക്കും. 3-ാമത്തെ ദിവസം ഏറെക്കുറെ എൻ്റെ ഗ്ലൈക്കജൻ സ്റ്റോറുകൾ, അതായത് എപ്പോഴും നമ്മുടെ കാർബ് ഫില്ല് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മസിലിനൊരു വലിയ ഫുൾനെസ് തോന്നത്തില്ല, ഇങ്ങനെ ഭയങ്കര സൈസായിട്ട് കയറി നിൽക്കുന്ന പോലെ. അപ്പോൾ ഒരു 4th ഡേയിൽ എനിക്ക് ഏറെക്കുറെ ഡിപ്ലീറ്റ് ആകും. അതായത് ബോഡിയിൽ പിന്നെ നമ്മൾ കഴിക്കുന്ന ഫാറ്റ്സ് എനർജിക്കുള്ളൂ, പിന്നെ പ്രോട്ടീനേ ഉള്ളൂ. അപ്പോൾ 4th ഡേയിൽ കാർബ് ലോഡ് ചെയ്യുന്ന പോലെ, ലോഡിങ് അല്ല പക്ഷേ ഹൈ കാർബ് ഡേ ആയിരിക്കും. അന്നേരം ഗ്ലൈക്കജൻ സ്റ്റോർ എല്ലാം റീഫില്ലാകും, മസിൽ വീണ്ടും ആ ഫുള്ളർ ലുക്കിൽ വരും. പിന്നെയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മളതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രോപ്പറായിട്ട് ട്രാക്കിംഗ് ഒന്നുമില്ല. ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എത്ര ഗ്രാമാണ്, ഇവിടെ ഞാൻ നോക്കി അതേപടി ഞാൻ അങ്ങ് എടുക്കും, കഴിക്കും, പോകും. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ഗ്രാം എന്നൊക്കെ പറഞ്ഞ് അതേപടി മെഷർ ചെയ്തൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ എന്നാണ്, അത് തന്നെ പോർഷൻ സൈസ് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് വെയിറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവരൊക്കെ ഫ്രാങ്ക് സൈനും ജോയൽ കലറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ മെട്രിക്സ്, അതായത് മിററിൽ ഞാൻ നോക്കുമ്പം എന്താണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് തോന്നുക, ഇത് പയ്യെ എൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഫാറ്റ് കൂടി വരുന്നു. അതിനെ ബേസ് ചെയ്ത് ഞാനിത് ഓൾട്ടർ ചെയ്യും. സൈസ് കുറഞ്ഞു വരുന്നു എന്നാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് എവിടെയെങ്കിലും ഒരു ചെറിയ മീലും കൂടെ ആഡ് ചെയ്യും. ഒരു 100 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ 100 ഗ്രാം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മീൽ. ഇനി ഒത്തിരി പെട്ടെന്ന് ഫാറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1-2 ഫുഡ് ഞാൻ കട്ട് ചെയ്ത് നോക്കും, എടുത്ത് ഞാൻ കളയും, അത് വേണ്ട. എന്നിട്ട് ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കും. ഇനി സിമ്പിളായിട്ടുള്ള കുറച്ച് മെട്രിക്സുകൾ, അതായത് മെഷർ ചെയ്യും. അതായത് ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുമെന്ന് വിചാരിച്ചോ, എൻ്റെ പുതിയ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 months അല്ലെങ്കിൽ 3 months ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 months തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഫുള്ള് ബോഡി, അതായത് നമുക്ക് മെയിനായിട്ട് ഗ്രോ ചെയ്യേണ്ട മസിലുകളൊന്ന് മെഷർ ചെയ്യും. കാഫായിരിക്കാം, തൈസ് ആയിരിക്കാം, എല്ലാം മെഷർ ചെയ്യേണ്ട എല്ലാം ഒന്ന് മെഷർ ചെയ്ത് വെക്കും. എന്നിട്ട് അറ്റ് ദി എൻഡ്, അതായത് ഈ പ്രോഗ്രാം ഫുള്ള് തീരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് റിസൾട്ട് വേണമല്ലോ, നമ്മൾ വെറുതെ എന്തിനു വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. അപ്പം തീരാൻ നേരം വീണ്ടും ഇതുപോലെ തന്നെ മെഷർ ചെയ്യും. അന്നേരം ഡിഫറൻസ് എത്രയാണെന്ന് നോക്കും.
അപ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെ ഈ പ്രോഗ്രാം നമുക്ക് റെസ്പോണ്ട് ചെയ്തു, ഏത് മസിലാണ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടായത്. അതായത് ആ ഒരു വലിപ്പത്തിൽ ഇപ്പം ബൈസപ്സ് ആണെങ്കിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യത്തില്ലേ, അപ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പോൾ അത് ഒരു രീതി. രണ്ടാമത്തേത് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ്, അതായത് 1 മന്ത് കൂടുമ്പോഴത്തേക്കും ഓരോ ഫോട്ടോസ് എടുത്ത് വെക്കുക. മിററിലെ ഫോട്ടോസ് അല്ല, നോർമൽ ഏറെക്കുറെ ഒരു 9 to 11 മണി. കാരണം അന്നേരമാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒത്തിരി മറ്റേ ലൈറ്റിംഗ് ഒന്നും വരാതെ ജനറൽ ഒരു നോർമൽ ലുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇത് ഈ ഒരു മസിൽ വീക്കാണ്, ഈ ഒരു മസിൽ ഓക്കെയാണ്, അങ്ങനെ നമുക്ക് തോന്നാൻ വേണ്ടി. അപ്പോൾ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ മാസം എടുത്ത് വെച്ചൊരു ഫോട്ടോ ഈ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഓക്കെ, ഇവിടുന്ന് ഇത്ര ഒരു ചെറിയ ഡിഫറൻസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ വേണ്ടേ ഇവിടെ ചെസ്റ്റിന് ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ചെയ്തതിൽ ഈ വർക്കൗട്ട് നമുക്ക് ഇത്ര സെറ്റ് തന്നെ മതി, അതിങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇനിയും ഗ്രോത്ത് ഉണ്ടാകും. പക്ഷേ വേറൊരു മസിൽ നമുക്ക് നോക്കിയപ്പോൾ ഒരനക്കവും ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് തീരുമാനിക്കാം, ഒരു കുറച്ചും കൂടെ വേണമെങ്കിൽ സെറ്റ് ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഒരു 2 സെറ്റും കൂടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ടും ഒന്നും ആയില്ലെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ സെറ്റ് കുറച്ച് നോക്ക്, ചിലപ്പം അത് കൂടുതലായിരിക്കും നമ്മുടെ ബോഡിയെ സംബന്ധിച്ചോളം. അപ്പം അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ പുതിയ പ്ലാൻ. അത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആദ്യം ഫുൾ ബോഡി 3 ഡേയ്സ്, അതൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ അത് 4 ഡേയ്സ് സ്പ്ലിറ്റിലോട്ട് കൺവേർട്ട് ആകും. ഫൈനലി എനിക്കൊരു ഷേപ്പ് വേണം, അതായത് ലീൻ ഒരു ഫിസിക്ക് വേണം എന്നുള്ള ടൈമിൽ മാത്രം ഞാൻ മാക്സിമം പുഷ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിൽ 6 ഡേയ്സ് അത് പുഷ് പുൾ ലെഗ് ആയിരിക്കും. അതിലും ഒരു ഡിഫറൻസ് ഉണ്ട്, നേരെ ജസ്റ്റ് പുഷ് പുൾ ലെഗ് എന്നായിരിക്കത്തില്ല. പുൾ ഡേ ആദ്യം, പിന്നെ ഒരു സോഫ്. കാരണം പുള്ള് ചെയ്യുന്ന ദിവസം, അതായത് പുഷും പുള്ളും കണ്ടിന്യൂസ്ലി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ വരരുത്, അങ്ങനത്തെ ഒരു രീതിയിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി എനിക്ക് ഓൾറെഡി ഹൈ വോളിയം ട്രെയിനിങ് എനിക്ക് ഭയങ്കരമായിട്ടും വർക്ക് ചെയ്തിരുന്നു. അപ്പം റിക്കവറി എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങണം. ഉറക്കമാണെങ്കിലും 7 to 9 hours ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് റിക്കവർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു കുറച്ചും കൂടെ പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ബോഡി ഓൾറെഡി അഡാപ്റ്റഡ് ആണ് എങ്കിലും ആ ഒരു പോയിൻറ്റിലത്തേക്ക് 6 ഡേയ്സ് ഇനി കണ്ടിന്യൂസ് എൻ്റെ ബോഡി ഒന്ന് യൂസ് ടു ആയി വരുന്നിടം വരെ ഒന്നുകൂടെ ചെയ്തിട്ട്, അത് ഏറെക്കുറെ ഒരു 2, 4, 6 അല്ലെങ്കിൽ 7 മാസം ഇനി എടുക്കും. ആ 7 മാസം കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ദിവസം 2 തവണ വർക്കൗട്ട് ചെയ്യാൻ. അതായത് ഫോർ എക്സാമ്പിൾ രാവിലെ നമ്മൾ ബാക്ക് വർക്കൗട്ട് ചെയ്തു, വിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, വൈകുന്നേരം ലെഗ്സ്. അത് ഒത്തിരി സെറ്റുകളൊന്നുമില്ല, ഒത്തിരി വെയിറ്റ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ മാക്സിമം ആ മസിലിന് ടെൻഷൻ കൊടുത്തായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഡയറ്റിൻ്റെ അപ്ഡേറ്റ്, അതാണ് എൻ്റെ വർക്കൗട്ട്സിൻ്റെ അപ്ഡേറ്റ്. ഇനി എങ്ങോട്ടുള്ളതെന്ന് പറയുന്നത്, കാർബ് കുറച്ചതുകൊണ്ട് ഒബ്വിയസ്ലി പെട്ടെന്നാണുള്ള ഫുൾനെസ് ഇപ്പം പയ്യെ ഇറങ്ങാൻ തുടങ്ങും. അത് ഒബ്വിയസ് ആയിരിക്കും, ഭയങ്കര ഒബ്വിയസ് ആയിരിക്കും. അപ്പോൾ ഞാനിനി കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള ഈ പ്രസൻറ്റ് ഡയറ്റിൽ എൻ്റെ മനക്കണക്ക് വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു ഊഹക്കണക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, മിററിൽ കാണുന്ന ഷേപ്പിനെ നമ്മൾ ബെറ്റർ ആക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.